എല്ലാവർക്കും നമസ്കാരം. മൈഗ്രെയിൻ തലവേദന കാരണം ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? ഒരുപാട് പെയിൻ കില്ലേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്കിത് കണ്ടിന്യൂസ് ആയിട്ടൊരു അഡിക്റ്റായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടോ? ഛർദി, അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകളൊക്കെ പലപ്പോഴും ഇത്തരത്തിലുണ്ടാകുന്ന മൈഗ്രെയിൻ തലവേദനയ്ക്ക് കാരണമാക്കുന്നുണ്ടോ? ഇതിനെ തുടർന്ന് ഒരുപാട് ലീവുകൾ എടുക്കേണ്ട അവസ്ഥ വരിക, സ്കൂളിലോട്ട് മര്യാദയ്ക്കൊന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരാറുണ്ടോ? എന്നാൽ ഇനി മൈഗ്രെയിനെ കുറിച്ച് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കത് സിമ്പിളാക്കി മാറ്റിയെടുക്കാവുന്നൊരു അസുഖമാണ്. എനിക്ക് വന്നൊരു പേഷ്യൻ്റ് മൈഗ്രെയിൻ തലവേദന കൊണ്ട് ഒരുപാട് കാലം ബുദ്ധിമുട്ടിലായിട്ടുണ്ടായിരുന്നു. അവർക്ക് വളരെ കുറഞ്ഞ കാലത്ത് ട്രീറ്റ്മെൻറ്റ് വഴി അത് കംപ്ലീറ്റ് ആക്കി തന്നെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ വളരെ ഹാപ്പിയാണ്. നമുക്ക് അവരുടെ വോയിസ് മെസ്സേജ് ഒന്ന് കേട്ട് നോക്കിയാലോ? ഹലോ, എൻ്റെ പേര് സൗദത്താണ്. ഞാനൊരു മൈഗ്രെയിൻ തലവേദന ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരു 3-4 വർഷം ഞാൻ ഇംഗ്ലീഷ് മരുന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. 3 ഡോക്ടർ മാറി കാണിച്ചു. 2 വർഷം ഡോക്ടർ കുടിച്ചു. അതുകൊണ്ട് മാറായിട്ട് ആ ഡോക്ടർ നല്ലതാണ് അവിടെ പോവും. അവിടെ പോയി 1 വർഷം കുടിച്ചു. എന്നിട്ട് അതും മാറായിട്ട് വേറെ ഡോക്ടർ ഇത് ഇങ്ങനെ മാറ്റുന്നുണ്ടാണ് അവിടെ പോയി എങ്ങനെയും ഇതൊന്ന് മാറി കിട്ടട്ടെ എഴുതിങ്ങാണ്ട്. കാരണം മൈഗ്രെയിൻ തലവേദന ഉള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയും. എനിക്ക് ഇന്നെ തന്നെ നോക്കാൻ വയ്യ. അതിൽ എനിക്കൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളോ എൻ്റെ കാര്യങ്ങളോ ഒന്നും ഈ തലവേദന വന്നാൽ നോക്കാൻ കഴിയൂല. കിടപ്പിൽ 2 ദിവസം കിടക്കും. നല്ല ഛർദി ഉണ്ടാവും, തലവേദന ഉണ്ടാവും, ഒന്നും കഴിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരും. അങ്ങനെ ബുദ്ധിമുട്ടിയപ്പോഴാണ് ഞാൻ ശ്രേയ ഡോക്ടറെ പരിചയപ്പെട്ടത്. ഞാൻ എൻ്റെ താത്ത മുഖേനയാണ് ശ്രേയ ഡോക്ടറെ പരിചയപ്പെടുന്നത്. താത്താൻ്റെ അവിടെ ഒരു വ്യക്തിക്ക് മൈഗ്രെയിൻ തലവേദന ഉണ്ടായിട്ട് മാറ്റിക്കൊടുത്ത് ശ്രേയ ഡോക്ടറാണെന്ന് അറിഞ്ഞു. അങ്ങനെ ഞാൻ ശ്രേയ ഡോക്ടർ പരിചയപ്പെട്ട് ശ്രേയ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഇംഗ്ലീഷ് മരുന്നൊക്കെ ഒഴിവാക്കി ഹോമിയോ ശ്രേയ ഡോക്ടർ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഇപ്പോൾ 2 മാസമായിട്ട് എനിക്ക് തലവേദനയേ ഇല്ല. ഒരു മാസത്തിൽ 3-4 തവണ തലവേദന വരുമായിരുന്നു എനിക്ക്. എനിക്കിപ്പോൾ 2 മാസമായിട്ട് ഒരു പ്രശ്നമില്ല, തലവേദനയില്ല. അപ്പോൾ എനിക്ക് ഇതിൽ ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന ശ്രേയ ഡോക്ടറോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ശ്രേയ ഡോക്ടറോട്. ഇനി എൻ്റെ പോലെ ഈ മൈഗ്രെയിൻ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ആരും അറിയാതെ പോകണ്ട. എൻ്റെത് മാറിയതുപോലെ ഇനിയുള്ള മൈഗ്രെയിൻ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഇതൊരു പാഠമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജിൽ വന്നത്. അപ്പോൾ എൻ്റെ വോയിസ് കേൾക്കുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നന്ദി. നോക്കൂ, അവരുടെ എന്തൊരു ഹാപ്പി ആയിട്ടാണ് അവരതിന്ന് റിലീഫായി എന്ന് പറയുന്നത് അല്ലേ? ഇത്തരത്തിൽ വളരെ കുറഞ്ഞ കാലത്ത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കാലം മെഡിസിൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, മൈഗ്രെയിൻ ആണ് നിങ്ങളുടെ തലവേദന എന്നുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആക്കി തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിനൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടെസ്റ്റുകളും ഒരുപാട് MRI കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരാറുള്ളത്. പക്ഷേ മൈഗ്രെയിനെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റാറുണ്ടാവില്ല. പക്ഷെ അതിൻ്റെ കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന കാരണങ്ങൾ ഓരോന്നായിരിക്കും. ചിലർക്ക് കൂടുതലായിട്ട് ലൈറ്റിക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതല്ലാന്നുണ്ടെങ്കിൽ വെയിൽ കൂടുതലായിട്ട് തലയ്ക്കടിച്ച് കഴിഞ്ഞാൽ, ഭക്ഷണത്തിൽ ചെറിയ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഒക്കെ ഇത്തരത്തിൽ മൈഗ്രെയിന് കാരണമാകാറുണ്ട്. ഉറക്കത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളൊക്കെ ഇത്തരത്തിൽ മൈഗ്രെയിൻ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാവാറുണ്ട്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് ഈ പീരിയഡ് ആവുന്ന സമയത്ത്, ആർത്തവം വരുന്ന സമയത്ത് ഒക്കെ ഈ മൈഗ്രെയിൻ തലവേദന വളരെ ഒരു ധാരണമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കാറുള്ളത്. ചിലർക്ക് ഈ തലവേദന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഒന്ന് ബെറ്റർ ആവാറുണ്ട്. എന്നാൽ ചിലർക്ക് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാലാണ് ഇത് കുറയാറുള്ളത്. പക്ഷെ പലപ്പോഴും നമുക്കുണ്ടാകുന്ന ജോലിയും മറ്റു കാര്യങ്ങളും എൻഗേജ്ഡ് ആവുന്ന സമയത്ത് പക്ഷെ നമുക്ക് ഇത്തരത്തിലുള്ള റെസ്റ്റ് കാര്യങ്ങൾ കിട്ടണമെന്നില്ല. പക്ഷെ ഇതിനെ തുടർന്ന് നമ്മൾ വേഗം എന്ത് ചെയ്യും? എന്തെങ്കിലും വേദന സംഹാരികൾ എടുത്ത് കഴിക്കുകയാണ് പൊതുവെ ചെയ്യാറുള്ളത്. എന്നാൽ ഇത്തരം വേദന സംഹാരികൾ കൂടുതലായിട്ട് കഴിക്കുന്നത് വഴി പല വേറെ ബുദ്ധിമുട്ടുകൾക്കും ഇത് നയിക്കുകയും ചെയ്യാം. അപ്പോൾ വളരെ കുറഞ്ഞ കാലത്ത് നമുക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തതിൻ്റെ വഴി കംപ്ലീറ്റ് ആക്കി ഇതിന് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്. ഇന്ന് AI വന്നു. അപ്പോൾ നമുക്ക് ഓരോ വ്യക്തിയുടെയും എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ലക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം നോക്കി നമ്മൾ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. ഓരോ വ്യക്തിക്കും
അവരുടെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് അവരുടെ ഇൻഡിവിജ്വാലിറ്റി നോക്കിയിട്ടായിരിക്കും മെഡിസിൻസ് കൊടുക്കുന്നുണ്ടാവുക. അത് തന്നെ ജർമ്മനിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പൊട്ടൻറ്റൈസ്ഡ് ആയിട്ടുള്ള ഹോമിയോപ്പതിക് മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ കുറഞ്ഞ കാലത്തെ ട്രീറ്റ്മെൻറ്റ് തന്നെ അത് കംപ്ലീറ്റ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. ചിലർക്ക് ഈ മൈഗ്രെയിൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് സൈനസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്, ചിലർക്ക് അലർജിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഇതിൽ കാണാറുണ്ട്. ഇതിന് ജനറലായിട്ട് ഉണ്ടാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വെള്ളത്തിൻ്റെ കുറവ്. നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആയിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള തലവേദനയ്ക്ക് കാരണമാകാറുണ്ട്. പിന്നെ രണ്ടാമത്തത്, കൂടുതലായിട്ടുള്ള സ്ക്രീൻ ടൈം, മൊബൈൽ അതുപോലെ തന്നെ ലാപ്ടോപ്പ്, TV പോലെയുള്ള സ്ക്രീൻ ടൈമുകൾ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ തലവേദനകൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. പിന്നെ ഉറക്കത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റായിട്ട് ഉറങ്ങാത്തത്, അല്ലെങ്കിൽ ഒരു ദിവസം ഉറക്കം ഉണ്ടാവുന്നില്ല എന്നുള്ള സമയത്തൊക്കെ ഇത്തരത്തിൽ മൈഗ്രെയിൻ തലവേദനകൾ കാരണമായിട്ട് വരാറുണ്ട്. പിന്നെ കൂടുതലായിട്ട് സൺ എക്സ്പോഷർ, വെയിൽ കൂടുതലായിട്ട് തലയ്ക്ക് അടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന സമയത്തൊക്കെ ട്രിഗറിങ് ഫാക്ടേഴ്സായിട്ട് മൈഗ്രെയിൻ വരാറുണ്ട്. പിന്നെ അതൊന്നുമല്ലാതെ തന്നെ കൂടുതലായിട്ട് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ചായ, കാപ്പി, കഫൈൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്ന സമയത്തും ഇത്തരത്തിൽ തലവേദനയ്ക്ക് ട്രിഗറിങ് ആയിട്ട് വരാറുണ്ട്. ഇത് മൈഗ്രെയിൻ ആണ് എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രിഗറിങ് ഫാക്ടേഴ്സാണ് നമുക്കിതിന് തെളിവായിട്ടുള്ളത്. അല്ലാതെ വേറൊരു കാരണങ്ങളൊന്നും ഇതുവരെ നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൂടുതലായിട്ട് നമ്മൾ ഇമ്പൾസ് തലയിലെത്തുന്നതിൻ്റെ വഴിയാണ് തലവേദന ഉണ്ടാവുന്നതിന് പ്രധാന കാരണം. പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ഈ തലവേദന, മൈഗ്രെയിൻ തലവേദന പലപ്പോഴും ഒരു ഛർദി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബെറ്റർ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളൊരു സംശയം ഉണ്ടാവാറുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനും അതുപോലെ തന്നെ സ്റ്റൊമക്കും വാഗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെർവ് വഴി കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ വാഗസ് നെർവിന് എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ കൺഫ്യൂസ്ഡ് ആയി തുടങ്ങും. അല്ലെങ്കിൽ എന്താണ്, തലയും ബ്രെയിനും എപ്പോഴും ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആണ്. അപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന തലവേദനയൊക്കെ ഈ വാഗസ് നെർവിന് ചെന്ന് ബുദ്ധിമുട്ടിലാക്കും. ഈ ബുദ്ധിമുട്ടിലാക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റൊമക്കിന് ബുദ്ധിമുട്ട് വരികയും അത് ഓട്ടോമാറ്റിക്കലി ഒരു ഛർദിയിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ക്ലിയർ ആവുകയും ചെയ്യും. ഈ കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവുന്നില്ല, നെർവ്സും ഫ്രീ ആയിട്ടുണ്ടായിരിക്കും. പിന്നെ ഉള്ളൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം, പലപ്പോഴും ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ തലവേദന ക്ലിയർ ആവാറുണ്ട്. ഇതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു സംശയം വരാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഇമ്പൾസുകൾ തലയിലോട്ട് ഇങ്ങോട്ട് എത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മൈഗ്രെയിന് കാരണമാവാറുള്ളത്. ഈ ഉറങ്ങുക വഴി നമ്മുടെ ബോഡി എല്ലാം റിലാക്സ്ഡ് ആവുകയും ഇമ്പൾസുകളെല്ലാം കുറയുകയും ഐ സ്ട്രെയിനിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഒരു പീസ്ഫുള്ളായിട്ടാണ് ഉണ്ടാവുക. ഈ ഒരു പീസ്നെസ് നമ്മുടെ ബോഡിക്ക് കിട്ടുമ്പോൾ ബോഡി ഓട്ടോമാറ്റിക്കലി റിലാക്സ് ആവുകയും നമ്മുടെ ഞരമ്പുകളെല്ലാം ഒന്ന് ഫ്രീ ആവുകയും അതിനെ തുടർന്ന് അത് തലവേദന ഓട്ടോമാറ്റിക്കലി കുറയുന്നതായിട്ടും കാണാറുണ്ട്. ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് മൈഗ്രെയിൻ തലവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് നോക്കാം. ഒന്നാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ധാരാളമായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ ചെയ്യാനുള്ളത്. രണ്ടാമതായിട്ട് വൈറ്റമിൻ K ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വൈറ്റമിൻ K ധാരാളം അടങ്ങിയിട്ടുള്ള ഏത്തപ്പഴം, മുന്തിരി, ഇത്തരം ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ വൈറ്റമിൻ C ധാരാളം അടങ്ങിയിട്ടുള്ള ഓറഞ്ച്, മുസമ്പി പോലെയുള്ള ഫ്രൂട്ട് ഐറ്റംസ്, കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ഐറ്റംസ് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ മൈഗ്രെയിൻ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുള്ള ചെറു മത്സ്യങ്ങൾ, അവോക്കാഡോ, ബീൻസ്, അതുപോലെ തന്നെ ചെറിയ പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് തലവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെയാണ് നാരുകൾ അടങ്ങിയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ പുറന്തോട് കളയാത്ത ധാന്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, മാനേജ്മെൻറ്റ് കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്ക്രീൻ ടൈം കുറയ്ക്കുക, നന്നായിട്ട് ഉറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കുക, ടെൻഷൻ കാര്യങ്ങൾ കുറയ്ക്കുക, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇത്തരം ജനറലായിട്ടുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാൻ മറക്കരുത്. പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കുറയ്ക്കുക, കഫൈൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഡ്രിങ്ക്സ് കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുറയ്ക്കുക, കൂടുതലായിട്ട് ഉപ്പ്, പഞ്ചസാര ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് എന്തൊക്കെയാണ് സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം.
അതിലൊന്നാമത്തേതായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുകപ്പട്ടയും കല്ലുപ്പും നന്നായിട്ട് അരച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് തലയിലൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ തലവേദന ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹോം റെമഡിയാണ്. അതുപോലെ മറ്റൊരു ഹോം റെമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുടുവെള്ളത്തിൽ അല്പം നാരങ്ങ നീരും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് കുടിക്കുന്നതും ഈ തലവേദന ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട് തലവേദന വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് തലവേദന സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് കാപ്പിയും ചായയും കുടിക്കുന്ന പേഷ്യൻസ് പറയാറുണ്ട്. അത് ശരിക്കും എൻറ്റയർലി റോങ് ആയിട്ടാണ് നമുക്ക് ബോഡിക്ക് ആക്ട് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു കുറവുണ്ടായിരിക്കും, പക്ഷെ അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള കഫൈൻ കണ്ടൻറ്റ് നമ്മളെ ബുദ്ധിമുട്ടുകൾ വീണ്ടും കൂട്ടുന്നതായിട്ടാണ് കാണപ്പെടാറുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്നത് നമ്മൾ മല്ലി, ജീരകം, ഒരു ചെറിയ ഇഞ്ചി കഷ്ണവും കൂടി നന്നായിട്ടൊന്ന് ചതച്ചിട്ട് അതൊരു ചായ രൂപത്തിൽ ഒന്ന് തിക്കായിട്ട് ഒരു ചായ രൂപത്തിൽ കുടിക്കുന്നത് ഇത്തരത്തിൽ തലവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൈഗ്രെയിനുമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കുറച്ച് ഹോം റെമഡീസും. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖം കൂടിയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ കൺസൾട്ടേഷനായിട്ട് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.